തൊടുപുഴ നഗരസഭയുടെ പദ്ധതി നിർവഹണവും വികസനവും പൂർണ്ണമായി നിലച്ചതായി അഡ്വക്കേറ്റ് ജോസഫ് ജോൺ. ഈ സാമ്പത്തിക വർഷത്തെ 161 പദ്ധതികളിൽ ഒന്നുപോലും തുടങ്ങാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് നഗരസഭയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കാൻ പോകുന്നതായും ജോസഫ് ജോൺ പറഞ്ഞു. തൊടുപുഴ നഗരസഭയിലെ പദ്ധതി നിർവഹണവും വികസനവും പൂർണ്ണമായി നിലച്ചതായി കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗവും മുനിസിപ്പൽ കൗൺസിലറുമായ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ആരോപിച്ചു. 2024-25 സാമ്പത്തിക വർഷം 161 പദ്ധതികളാണ് നഗരസഭ അംഗീകരിച്ചിട്ടുള്ളത്. കാലാവധി അവസാനിക്കാൻ 2 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇതിലൊരു പദ്ധതി പോലും നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെയുള്ള പദ്ധതി നിർവഹണം 0%. ഈ വർഷത്തെ 161-ൽ 1/3 പദ്ധതി ടെൻഡർ ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്നും ഇത് നഗരസഭയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കാൻ പോകുന്നതായും ജോസഫ് ജോൺ പറഞ്ഞു. ഒരു വർക്ക് പോലും ഇത്രയും നാളായിട്ട് ഒരു വാർഡിലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു വർക്ക് പോലും, അതായത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നമുക്കറിയാവുന്ന DPCയുടെ അംഗീകാരം വേണം. ആ വർക്കുകൾക്ക് ടെക്നിക്കൽ സാങ്ഷൻ കൊടുക്കണം. ടെക്നിക്കൽ സാങ്ഷൻ കൊടുത്തതിന് ശേഷം ടെൻഡർ ചെയ്യണം. ടെൻഡർ ചെയ്ത് ആളെടുക്കണം. ആളെടുത്ത് കൗൺസിൽ അപ്രൂവ് ചെയ്തിട്ട് എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ് വർക്ക് തുടങ്ങുന്നത്. ഇപ്പോൾ ഇത്രയും നാളായില്ല. ഇനിയിപ്പം മാർച്ച് 30 ഈ 2025 മാർച്ച് 31 പൂർത്തീകരിക്കേണ്ട പദ്ധതിയാണ്. ജനകീയാസൂത്രണ പദ്ധതികൾക്കായി നഗരസഭയ്ക്ക് ഈ വർഷം ലഭിച്ചത് 10.31 കോടി രൂപയും സ്പില്ലോവറായി ലഭിച്ചത് 5 കോടി രൂപയുമാണ്. ഇതിൽ മാർച്ച് 31 ചെലവഴിക്കാത്ത തുക ലാപ്സ് ആവും. ഈ തുക കുറവ് ചെയ്യുന്നതോടെ അടുത്ത വർഷം കാര്യമായ പദ്ധതികളൊന്നും ഏറ്റെടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉണ്ടാവുകയെന്നും ജോസഫ് ജോൺ പറഞ്ഞു. അതായത് ചെലവഴിക്കാത്ത തുക മാർച്ച് 31 ചെലവഴിക്കാത്ത തുക ലാപ്സ് ആവും. ലാപ്സ് ആയാൽ അടുത്ത വർഷത്തെ പദ്ധതി വീതം വരുമ്പോൾ ഗവൺമെൻറ് ആ കണക്കെടുത്തിട്ട് നഷ്ടപ്പെട്ട ഇത്തവണ ലാപ്സ് ആക്കിയ അത്രയും തുക കുറച്ചിട്ടാണ് പിറ്റേ വർഷത്തെ പ്ലാൻ എമൗണ്ട് നിശ്ചയിക്കുന്നത്. നഗരത്തിന്റെ വികസനത്തിനുതകുന്ന ഒറ്റ പദ്ധതി പോലും ഏറ്റെടുക്കാൻ ഇപ്പോഴത്തെ കൗൺസിലിന് കഴിഞ്ഞിട്ടില്ല. കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡുകൾ നന്നാക്കാനോ കേടായ സ്ട്രീറ്റ് ലൈറ്റുകൾ ശരിയാക്കാനോ കഴിയുന്നില്ല. മാലിന്യ ശേഖരണം നിലച്ചിട്ട് മാസങ്ങളായി. മാർക്കറ്റിലെ ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തനരഹിതമായിട്ട് 3 വർഷം കഴിഞ്ഞു. കംഫർട്ട് സ്റ്റേഷനുകൾ മിക്കവയും പൂട്ടിക്കിടക്കുന്നു. മങ്ങാട്ടുകല ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് തുറന്നു നൽകാൻ കഴിയാത്തത് മൂലം 5 കോടി രൂപയുടെ ഡിപ്പോസിറ്റും 3.5 കോടി രൂപയുടെ വാടകയും നഷ്ടപ്പെട്ടു. കെടുകാര്യസ്ഥതയും അഴിമതിയും മാത്രമാണ് നഗരസഭയുടെ മുഖമുദ്രയെന്നും ജോസഫ് ജോൺ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള മിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.